എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERT 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്നുള്ള പാഠമാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മതനവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും എല്ലാം ഈ പാഠത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് അനീതിയിൽ നിന്നും നീതിയിലേക്ക്. ഈ പാഠത്തിൽ ആദ്യം തന്നെ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം, ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടി ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം, ഊരൂട്ടമ്പലം ലഹളയൊക്കെ നമ്മൾ പഞ്ചമി എന്ന പെൺകുട്ടിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ഊരൂട്ടമ്പലം ലഹളയെക്കുറിച്ചും അതുപോലെ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അയ്യങ്കാളിയെ പറ്റി പഠിച്ചപ്പം അയ്യങ്കാളിയുടെ പിക്ചറാണ്. അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ ഊരൂട്ടമ്പലം, ആ സ്കൂളിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്താണ്. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമ സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂൾ UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റാതിരിക്കുകയും പഞ്ചമിയെ സ്കൂളിൽ കയറ്റാതിരിക്കുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ ആ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പം ഇതാണ് ഈ ഊരൂട്ടമ്പലം ലഹളയായിട്ട് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊരു വാർത്തയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർ നിഷേധിച്ചു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനോ പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലായിരുന്നു. ആ കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട ഈ അവസ്ഥ അവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന്, അതായത് എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റും നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആരാ പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവാണ്. മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തു. അരികുവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തപ്പെടുന്നതിനെയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഈ നവോത്ഥാന നേതാക്കളെക്കുറിച്ച് എല്ലാമുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമി, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിനുദാഹരണമാണ്. ഇവരെപ്പറ്റിയെല്ലാം നമ്മുടെ ചാനലിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണുക. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരമാകും. അടുത്തതായി ജ്യോതിറാവു ഫുലെയെക്കുറിച്ചൊരു ബോക്സ് തന്നിട്ടുണ്ട്. ജ്യോതിറാവു ഫുലെയുടെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചു. സാവിത്രിഭായ് ഫുലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഫുലെ.
കൃഷിക്കാർക്ക് തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്. പൂനെ യൂണിവേഴ്സിറ്റിയെ ഏത് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരിലാണെന്ന് ചോദിച്ചാൽ സാവിത്രിഭായി ഫുലെയുടെ പേരിലാണ് പൂനെ യൂണിവേഴ്സിറ്റി പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ്. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിനൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് പെരിയോർ. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് പെരിയോർ. അതായത് ഇ.വി. രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്നാണ് അറിയപ്പെടുന്നത്. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമായിരുന്നു ഗോത്രജനത. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണാധികാരം ഉണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. വെറിയർ എൽവിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല. കല, ഭാഷ, സാഹിത്യം, വൈവിധ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരായിരുന്നു ഗോത്രജനത. ഡോക്ടർ എ. അയ്യപ്പൻ തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും മലിനോസ്കവിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹം സമഗ്ര സംഭാവനകൾ നൽകി. അതുപോലെ അടുത്തയാളാണ് ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ വെഗു വേഗ പൂത്തിറക്കെ എന്ന് തുടങ്ങുന്ന അയ്യപ്പൻ കോശി സിനിമയിലെ ആ പാട്ടിനായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. നഞ്ചിയമ്മയ്ക്ക് രാഷ്ട്രപതിയുടെ നിന്നും ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഗായികയ്ക്കുള്ളത് ലഭിച്ചത് 2020. അതുപോലെ തന്നെ വിവിധതരം വാദ്യോപകരണങ്ങളും ഗോത്രജനതയുടെ സംഭാവനകളായിട്ടുണ്ട്. നിലമ്പൂർ ഐഷയെ പറ്റി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നിലമ്പൂർ ഐഷയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നിലമ്പൂർ ഐഷ നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ലാത്ത കാലത്ത് അഭിനയ രംഗത്തേക്ക് വരികയും വടക്കേ മലബാറിൻ്റെ പല ഭാഗത്തും അവർ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആ സമയത്തെ ആ ഒരു സാമൂഹിക രീതി വെച്ചിട്ട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് കയറി വന്ന ആളാണ് നിലമ്പൂർ ഐഷ.
പണ്ഡിത രമാഭായിയെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പണ്ഡിത രമാഭായി. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു പണ്ഡിത രമാഭായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്ത വനിതയാണ് പണ്ഡിത രമാഭായി. അടുത്തതാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തിയാണ് പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു പുന്നൻ ലൂക്കോസ്. ഇനി E.K. ജാനകി അമ്മാള്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധമായ സസ്യശാസ്ത്രജ്ഞയാണ് E.K. ജാനകി അമ്മാള്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. ബോട്ടണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം ഇവരെ പത്മശ്രീ നൽകി ആദരിച്ചു. ഇനി ട്രാൻസ്ജെൻഡറുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ന്യൂനപക്ഷം എന്ന് വെച്ചാൽ എന്താണ്? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2006. പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് തുടങ്ങിയത് 1948 ഇനി വിവേചനം തടയാൻ ഭരണഘടന. ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിൽ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 14 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 15. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 14ഉം മതത്തിൻ്റെയും ജാതിയുടെയും ലിംഗത്തിൻ്റെയും വംശത്തിൻ്റെയും ജനിച്ച സ്ഥലത്തിൻ്റെയും ഒന്നും പേരിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15ഉമാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ നവോത്ഥാന പ്രസ്ഥാനം, നവോത്ഥാന നായകർ ഇവരെയൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഇതിൽ വരുന്നുള്ളൂ. എല്ലാവരും ക്ലാസ് ഒന്ന് കേട്ട് പോവുക. കേട്ട കാര്യങ്ങൾ ഓർത്ത് പരീക്ഷ എഴുതാൻ കഴിയട്ടെ. താങ്ക് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. മറക്കരുത്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.